വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് ഉണ്ട്. എങ്ങനെയുണ്ട് നിശബ്ദ പ്രചരണം? എങ്ങനെ പോകണം? ഇന്നിപ്പോൾ രാവിലെ ഞാൻ എൻ്റെ വീടിരിക്കുന്ന പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങി. അവരെല്ലാം കണ്ട് ഒരു 1-2 മരണ വീടുകളുണ്ടായിരുന്നു, അവിടെ കയറി. ഇനിയും ഇന്ന് ഫുൾ ടൈം പ്രധാനപ്പെട്ട വ്യക്തികളെയും അതുപോലുള്ള ആളുകളെയും ഒക്കെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്നിപ്പോൾ നടത്തുന്നത്. പറഞ്ഞാൽ വർക്കല ഇടവ് മുതൽ അങ്ങ് വിതുര ബോണക്കാട് അപ്പുറം വരെ ഉണ്ട് നമ്മുടെ മണ്ഡലം. എൻ്റെ കൂടി മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. അവസാനവട്ട നാട്ടുകാരെ കൂടി ഒന്ന് പിന്തുണ ഉറപ്പാക്കുകയാണ്. അതാണ് ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അതാണത്. എല്ലാവരെയും ഒന്ന് മാക്സിമം കാണാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തി. അതിലേറെക്കുറെ വിജയിച്ചു. ഇനി അത്യാവശ്യം വിട്ടുപോയ ചില ആളുകൾ, അതുപോലെ തന്നെ സ്വന്തം നാട്ടുകാർ, അവരെല്ലാം ഒന്ന് ഇന്നിപ്പോൾ കാണുന്നുണ്ട്. ഈ അവസാനം ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്കെടുപ്പ് ഉണ്ടാവും, സ്വാഭാവികമാണ്. എങ്ങനെയുണ്ട്, എവിടെ നിന്നൊക്കെ വോട്ട് വരും, എവിടെ നഷ്ടപ്പെടുമെന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. കോഴിക്കോട് എളമരം കരീമൊക്കെ പറഞ്ഞു ലക്ഷത്തിലധികം വോട്ടിലേക്ക് ജയിക്കുമെന്ന്. നമ്മുടെ ഒരു കാൽക്കുലേഷൻ എന്ത്? അല്ല, അതൊരു കൃത്യമായൊരു കണക്ക് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ അല്ല. എന്നാലും ഒരു നല്ല മെജോറിറ്റിയിൽ 1 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം. അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്കൊരു നല്ല ഒരു ടോപ്പ് മെജോറിറ്റിയിൽ ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിൻ്റെ സാധ്യത പറയാനുള്ള കാരണം എന്താ? നമ്മളിപ്പോൾ കണക്കാക്കുമ്പോൾ എങ്ങനെ ആളുകളിലേക്ക്, പ്രധാനമായും ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ വോട്ട് കുത്താനായിരിക്കും ഒരു ടെൻഡൻസി വരിക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അല്ല, അത് കേരളത്തിലെ ഭരണം ഇതിനകത്ത് പ്രതിഫലിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് ഇതിനകത്ത് പ്രതിഫലിക്കേണ്ടത്. സ്വാഭാവികമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ഒരു വിവേചനം, ഒരു ധിക്കാരം, അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നല്ല നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെ പ്രവചിക്കാനാകാത്തൊരു സ്ഥിതിയുണ്ട്. അവിടെ പന്യൻ എങ്ങനെയാണ്, പ്രത്യേകിച്ച് CPM-ൻ്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നുള്ളൊക്കെ ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് അവിടെ തിരുവനന്തപുരത്തെ കാണുന്നത്? തിരുവനന്തപുരം കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പന്ന്യൻ്റെ പ്രവർത്തനവും നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന തരത്തിലേക്കാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം ചെന്ന് നിൽക്കുന്നത്. അത് നമുക്ക് ഒരു വിജയം സമ്മാനിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ഏറ്റവും മുമ്പിലേക്ക് വന്നിട്ടുണ്ട് എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളും വിജയിക്കുമെന്നാണ് CPM-ൻ്റെ അവസാന ഒരു റിപ്പോർട്ട്. അതെ, 2 മണ്ഡലങ്ങളും നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങളത് വിലയിരുത്തുന്നത്. ഏതായാലും വിജയാശംസകൾ. ഇനിയും ആളുകളെ കണ്ട് പ്രചരണത്തിലേക്ക് പോവുകയാണ്. നിശബ്ദ പ്രചരണം തുടരുകയാണ് സ്ഥാനാർത്ഥി. ക്യാമറമാൻ മനുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.